സുകുമാരക്കുറുപ്പ് നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 42 വർഷമായിട്ട് പോലീസും ഇൻ്റലിജൻസും ഒക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കുറ്റവാളിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും സജീവമായി വരുന്നു. അദ്ദേഹത്തെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത് ജാർഖണ്ഡിൽ വെച്ചാണ്. അന്നവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള രത്നമ്മയാണ് അദ്ദേഹത്തെ അവസാനമായിട്ട് കണ്ടത്. അവിടെ ഒരു ചികിത്സാർത്ഥം അദ്ദേഹം എത്തിയതായിരുന്നു. അന്ന് അവിടെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടുന്ന് പെട്ടെന്ന് പോവുകയായിരുന്നു. ഇപ്പം ഈ രത്നമ്മ ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഹരിപ്പാട് സ്വദേശിയാണ്. ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതമാണ്. എന്താണെന്ന് സംഭവിച്ചത് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാനന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ICUവിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സീനിയർ ചേച്ചിമാർ വന്ന് ഹോസ്റ്റലിൽ സംസാരിച്ച്, എടി ഇങ്ങനെ ഒരാൾ അവിടെ അഡ്മിറ്റായിട്ടുണ്ട്, 18 ഭാഷ അറിയാമെന്ന് പറഞ്ഞു, ഭാര്യ നേഴ്സാണ്, മലയാളമൊക്കെ അറിയാം, ഇങ്ങനെ ഡീറ്റെയിലൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ വാർഡിൽ ICUവിൽ പോയി അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് സുകുമാരക്കുറുപ്പാണെന്നുള്ള ഉറപ്പാണ്? എൻ്റെ സംസാരത്തിൽ നിന്നും പുള്ളിക്ക് മനസ്സിലായി. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെയാണെന്നുള്ള ഒരു കൺഫർമേഷൻ എനിക്ക് കൺഫേം അദ്ദേഹം തന്നെയായിരുന്നു. ഒരു സംശയം. ചേച്ചിയുടെ നാട്ടിലെവിടെ? എൻ്റെ വീട് ചെറിയനാട്. അപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, അധികം ദൂരമില്ല. നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്? നാട്ടിൽ വെച്ച് ഒറ്റ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഒരു ദിവസം. അവിടെ എന്താ അസുഖമായിട്ട് അദ്ദേഹം വന്നത്? ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടത്. ഈ കൊലപാതകം. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ വന്നത് എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു? പുള്ളി ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റായത്. ജോഷി എന്ന പേരിലായിരുന്നു അഡ്മിറ്റായിരുന്നത്, ICUവിൽ അഡ്മിറ്റായത്. അത് കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാരൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയ ഇത് ഇപ്പം ഇതായിട്ട് എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞുള്ള മാനേജ്മെൻറ്റിനും അറിവായെന്ന് തോന്നി ഇതെന്തോ ക്രിമിനലാണെന്ന്. അന്നേരം തന്നെ ICUവിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ജനറൽ വാർഡിൽ കൊടുത്തു. ജനറൽ വാർഡിൽ നിന്നാണ് അബ്സ്കോണ്ടഡ് ആയത്. അന്ന് അദ്ദേഹം ആരോഗ്യവാനായിരുന്നു? എങ്ങനെ അദ്ദേഹം ഇല്ലായിരുന്നു. ഇപ്പം ചേച്ചിക്ക് എന്ത് തോന്നുന്നു? പുള്ളി ജീവിച്ചിരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഏതാണ്ട് 19 വയസ്സായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും എല്ലാം കൂടെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു? സംസാരിച്ചു. ഞാൻ കയ്യെ പിടിച്ച് സംസാരിച്ചു. അപ്പോൾ എന്താ പുള്ളി സംസാരിച്ചാൽ ഇങ്ങനെ എന്തോ പറ്റി, ചെസ്റ്റ് പെയിനാ, മലയാളിയാണോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, എവിടെ നാട്ടിലൊക്കെ അറിയാവോ? അറിയാം, ആലപ്പുഴ ജില്ലയൊക്കെ ഞാൻ പോകാറുണ്ട്, എൻ്റെ വീട് ചെങ്ങന്നൂർ. അപ്പം ഞാനാ ചോദിച്ച പുള്ളിയോട്, ചെങ്ങന്നൂരൊക്കെ അറിയാവോ? ചെങ്ങന്നൂർ ചെറിയനാടാണ് എൻ്റെ വീടെന്ന് പറഞ്ഞ്. അപ്പം പെട്ടെന്ന് പുള്ളി അങ്ങ് ഇതായി. സ്ഥലം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കേട്ടപ്പം പുള്ളി പെട്ടെന്ന് ഇതായിപ്പോയി. അത് ഞാൻ പറഞ്ഞു, ചെറിയനാട് ശിവരാമക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടെന്നും പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് അന്ന് തന്നെ പുള്ളിയെ ജനറൽ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അന്ന് അവിടുന്ന് അബ്സ്കോണ്ടഡ് ആയി. പിന്നെ കണ്ടിട്ടില്ല. അന്ന് അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു? പഴയതുപോലെ തന്നെ ആയിരുന്നോ? കുഴപ്പമില്ല. പോലീസ് പിടിക്കാതിരിക്കാൻ ഏതെങ്കിലും ഒന്നും തോന്നിയില്ല എനിക്ക്. കണ്ടിട്ട് മുടിയൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പുള്ളി ഒറ്റയ്ക്ക് വന്നാണ് അഡ്മിറ്റ് ആയത്? അതൊന്നും എനിക്കറിയത്തില്ല. ICU അഡ്മിറ്റായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ സീനിയർ ദീദി പറഞ്ഞ കേട്ടോണ്ട് ഞാൻ പോയി. നാട്ടുകാരനാണെന്ന് അറിഞ്ഞിട്ട്? ഇല്ല, ഇദ്ദേഹം ആയിരിക്കുമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇദ്ദേഹമാണെന്നുള്ളൊരു സംശയം അങ്ങോട്ട് പോയി നോക്കിയതാണ്. അന്ന് എല്ലാവരും തപ്പി നടക്കുന്ന ഒരു സമയമല്ലേ? ഈ സംഭവത്തിന് ശേഷം എത്ര നാളിന് ശേഷമായിരുന്നു കണ്ടത്? ഞാൻ 88 കണ്ടേ. നടക്കുന്ന എനിക്ക് തോന്നാനും +2 പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്. അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക? ഇല്ല, നാട്ടിൽ അവിടെ വെച്ച് ഇതിന് ശേഷം മനോരമ പത്രക്കാർ വരികയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ അന്വേഷിക്കാൻ വരികയൊക്കെ ചെയ്തായിരുന്നു. അന്നത്തെ മനോരമ പേപ്പറിലെ ന്യൂസും വന്നായിരുന്നു, ജോഷി കുറുപ്പായി, രത്നമ്മ ഡിറ്റക്റ്റീവായി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനപ്പം ആനുവൽ വെക്കേഷന് തിരിച്ചിവിടെ വന്ന് ഈ സമയത്താണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ അന്വേഷിക്കാൻ പോയത്. അവിടെ നിന്ന് എൻ്റെ ലോക്കൽ ഗാർഡിയൻ പറഞ്ഞു അവർ നാട്ടിൽ പോയിരിക്കുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലും അന്വേഷണത്തിന് വന്നായിരുന്നു പോലീസ്. അന്ന് തൊട്ടേ അന്വേഷണം നടക്കും. ഇപ്പോഴും വന്നു 3 ആഴ്ച മുമ്പേ ക്രൈംബ്രാഞ്ചിൽ. ഇപ്പോൾ എന്താ പോലീസ് വല്ലതും ചോദിക്കുന്നുണ്ട്? ഇല്ല, ഇത് തന്നെ ചോദിക്കുന്നുള്ളൂ, എങ്ങനെയാ കണ്ടേ, എന്തുവാ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്ന കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ക്ലോസ് ചെയ്യാനായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ. ഇത്രയും വർഷങ്ങളായില്ലേ. ഇപ്പോൾ ഇത്രയും വർഷം അദ്ദേഹം ഇനിയിപ്പം ജീവനോട് കാണുമെന്നൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടോ? ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അന്നത്തെ ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. 42 വർഷമായിട്ടില്ലേ, 40 അത്ര ആയില്ലേ.
എന്തായാലും അദ്ദേഹത്തെ നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ട് പിടികൂടാൻ കഴിയട്ടെ എന്ന്. ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറ്റുമോ? അത്രയും നാൾ മുമ്പ് കണ്ട ഒരു വ്യക്തിയുടെ ആ ഇത് വെച്ചിട്ട് ഇനിയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നുന്നില്ല പിടിക്കാൻ പറ്റും. രൂപഭംഗി മൊത്തം മാറി. പിന്നെ കാണും, തീർച്ചയായിട്ടും മാറിക്കാണും. പക്ഷെ ഈ സംഭവം കൊണ്ട് പുള്ളിക്ക് ഒരു പ്രയോജനം ഇല്ലാതായി പോലെ. ആളെ കൊന്ന് അല്ല പ്രയോജനം എന്ന് വെച്ചാൽ ഒന്നും പറയാനല്ല, ജീവിതം മുഴുവൻ നഷ്ടമായി എന്ന് പറയാനേ ഉള്ളൂ. കുടുംബം നശിച്ച്, 2 കുടുംബം നശിച്ചു മാത്രമല്ല ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്ത, ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തുമാത്രം ടെൻഷനായിരിക്കും. 2 ഡ്രൈവറും ഉണ്ട്, പൊന്നപ്പനുണ്ട്. എന്തായാലും സുകുമാരക്കുറുപ്പിൻ്റെ കാണാതായതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകളാണ് ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുകുമാരക്കുറുപ്പിനെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ട അന്ന് ജാർഖണ്ഡിൽ വെച്ച് കണ്ട അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ച ചെറിയനാട് സ്വദേശി, അതായത് സുകുമാരക്കുറുപ്പിൻ്റെ തൊട്ട് അടുത്ത വീട്ടിലുള്ള തന്നെ രത്നമ്മയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ക്യാമറമാൻ അനസമാനൊപ്പം ഷാജഹാൻ.